അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ ഏതാനും ചോദ്യപേപ്പറുകളെ പരിചയപ്പെടുത്താണ്. ആദ്യമായിട്ട് നമുക്ക് വിട്ടത് എഴുതാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ ഫോട്ടോത്തിൻ്റെ താഴെയും ഓരോ അക്ഷരങ്ങൾ കുറവുണ്ട്. ഒന്നാമത്തെ മഹ്ദുൻ എന്നാണ്. അപ്പോൾ അവിടെ ഒരു അക്ഷരം കുറവുണ്ട്. ആ കുറവുള്ള അക്ഷരം മാത്രം നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ അത് ഉണ്ടാവും. മഹ്ദുൻ. രണ്ടാമത്തത് ലബിനുൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ല എന്ന് എഴുതി കൊടുക്കണം, ലബിനുൻ. മൂന്നാമത്തത് ബൈത്തുൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ബ എന്ന് എഴുതി കൊടുക്കുക, ബൈത്തുൻ. നാലാമത്തത് ദൽവുൻ. അപ്പോൾ ഒരു ദ എഴുതി കൊടുക്കുക, ദൽവുൻ. ഇനി അടുത്തത് നമ്മൾ ബോർഡിൽ നോക്കി എഴുതാം. ബോർഡിലുള്ളത് അതേപോലെ തന്നെ കണ്ട് എഴുതാം. അപ്പോൾ ഒന്നാമത്തത് ഉമ്മുൻ എന്നാണ്. ഉമ്മുൻ എന്നതിനെ അതേപോലെ ഇങ്ങോട്ട് എടുത്തെഴുതി, ഉമ്മുൻ. രണ്ടാമത്തെ ബുൽഹുൻ, ബുൽഹുൻ ഉണ്ടോ. മൂന്നാമത്തത് ഹദ്മുൻ, ഹദ്മുൻ. നാലാമത്തത് ലുബദുൻ, ലുബദുൻ. ഇതുപോലെ ബോർഡിലുള്ളത് തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. പിന്നെ നിറം കൊടുക്കുമ്പോൾ കുട്ടികൾ കൂടുന്ന ഇഷ്ടപ്പെട്ട നിറം എന്ത് ചെയ്യുക? മനോഹരമായിട്ട് അതിൻ്റെ പുറത്തേക്കാവാതെ കൊടുക്കുക. അങ്ങനെ നല്ല വൃത്തിയുള്ള കളറിനായിരിക്കും ഉസ്താദ്മാർ മാർക്ക് കൊടുക്കുക. കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ സെൻറ്ററിലുള്ള ഈ രണ്ട് കണ്ണ് ഉണ്ടാവണം, അതിൻ്റെ ഉള്ളിൽ കൊടുക്കരുത്. ചില കുട്ടികൾ അതിനെ ഫുള്ള് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ത് ചെയ്യുക? അതിൻ്റെ ഉൾഭാഗത്ത് തന്നെ കൊടുക്കുക. ഹ, ബ, ലാം മൂന്നെണ്ണം കൊടുക്കാണ്ട്. പിന്നെ അവസാനം ഹറക്കത്തുകൾ നൽകാം. ഇതിന് അദബുൻ എന്നാക്കണം. അപ്പോൾ അതിന്മേൽ ഹറക്കത്തില്ല. അപ്പോൾ ആ എന്ന് പറയണമെങ്കിൽ അരിഫിൻ്റെ മേലെ ഫത്തഹ് അ, ദ എന്ന് പറയണമെങ്കിൽ ദാലിൻ്റെ മേലെ ഫത്തഹ്, ബുൻ എന്ന് പറയണമെങ്കിൽ തെൻവീൻ ലമ്മ്, അദബുൻ. ഇനിയുള്ള പേപ്പറുകളൊക്കെ വായിക്കാനാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ഓരോരോ ചിത്രങ്ങൾ നോക്കി വായിക്കാനാണ്. അതായത് ചിത്രങ്ങളുടെ പേരിങ്ങനെ പറയാം. അപ്പോൾ മഹ്ദുൻ, ദൽവുൻ, ഇബറുൻ, ബൈത്തുൻ. ചിത്രം കണ്ടിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യണം? പേര് പറയാൻ കഴിയണം. ഇനി രണ്ടാമത്തത് വായിക്കാം. ഓരോ കള്ളിയുള്ളത് വായിക്കാനുള്ളതാണ്. ഹജ്മുൻ, ബദലുൻ, ഹദ്മുൻ, കബിദുൻ, കബിദുൻ. ഇനി അക്ഷരം പറയാം. അക്ഷരങ്ങൾ പറയുമ്പോൾ ഓരോ അക്ഷരങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് പറയണം. ചിലരൊക്കെ ഫത്തഹ് ഇട്ട പോലെ ക അങ്ങനെ പറയാനല്ല. അക്ഷരങ്ങൾ പറയുമ്പോൾ കാഫ്, മീം, ദാൽ, ബ, ഹ ഈ രൂപത്തിലാണ് അക്ഷരങ്ങൾ പറയേണ്ടത്. ഇതുപോലെ നമുക്ക് ചിത്രങ്ങൾ യോജിച്ച് പേരുകൾ തൊട്ട് കാണിച്ചു പറയാമെന്നാണ്. അപ്പോൾ ചിത്രങ്ങൾ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾക്കും യോജിച്ച പേരിങ്ങനെ എന്ത് ചെയ്യണം? തൊട്ട് കാണിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ ചിത്രം മഹ്ദുൻ ആണ്. അപ്പോൾ ആ ചിത്രത്തിന് യോജിച്ച പേര് ഇതിൻ്റെ മുകളിലുണ്ട്. ആ മഹ്ദുൻ എന്നെവിടെ അയിമ പോയി തൊടുക. അപ്പോൾ ഒന്നാമത്തെ ചിത്രം മഹ്ദുൻ, ഇങ്ങനെ നോക്കുക, കണ്ടോ? മഹ്ദുൻ. അപ്പോൾ ഒന്നാമത്തെ ചിത്രം കണ്ടു, അതിൻ്റെ പേരുമ പോയി തൊടുക, മഹ്ദുൻ. രണ്ടാമത്തത് ഇബറുൻ. എന്നിട്ട് ഇബറുൻ ഇങ്ങനെ നോക്കുക, ഇബറുൻ. പിന്നെ സബബുൻ ഇങ്ങനെ നോക്കിയതാ, സബബുൻ. പിന്നെ കഅ്സുൻ ഉണ്ടോ, കഅ്സുൻ. ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ചിത്രം നോക്കിയിട്ട് തൊട്ട് വായിക്കട്ടോ.
ഇനി വിട്ട അക്ഷരം ഈ കൊട്ടയിലുണ്ട്. ഈ കൊട്ടയിൽ നിന്ന് ഇവിടൊക്കെ വിട്ട അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് വായിക്കണം. ആദ്യം കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ സുദു സുൻ, ആ സുൻ ഇവിടെ ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുക്കുക. അതാ സുൻ, എന്നിട്ട് ചേർത്ത് വായിച്ചു കൊടുക്കുക. സുദു സുൻ. ഇനി സമ കുൻ, സമകുൻ. ഹദ് മുൻ, ഹദ് മുൻ. ദൽ ദാ ദൽ ദാ കണ്ടോ, ദൽവുൻ. പിന്നെ ബൈത്തുൻ. ഇതുപോലെ കൊട്ടയിൽ നിന്ന് വിട്ട അക്ഷരങ്ങൾ ഇങ്ങനെ തൊട്ടിട്ട് വായിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ അവസാനം ഉബ് ഹജ്മുൻ. പദങ്ങൾ വായിക്കാനാണ് ഉബ് ഹജ്മുൻ. അതുപോലെ മറ്റൊരു പേപ്പർ വായനക്കുള്ളതാണ്, അക്ഷരങ്ങൾ വായിക്കാനാണ്. ആദ്യം ഓരോ പ്ലേറ്റിലുള്ള അക്ഷരങ്ങൾ വായിക്കുക. ഹ, സീൻ. ഈ ഹാങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ പഠിച്ചിരുന്നു അവസാനത്തിൽ വരുന്ന ഹ ആണിത്. അപ്പോൾ ഈ രൂപത്തിൽ കണ്ടാൽ ഹ, സീൻ, ദാൽ, കാഫ്, ബ. ഇനി ഇലകളിൽ എഴുതിയത് നമുക്ക് വായിക്കാം. ഓരോ ഇലകളിലുള്ളതും കുട്ടികൾ വായിച്ചു തരണം. സിദ്ലുൻ, ബുൽഹുൻ, ദസമുൻ, ദൽക്കുൻ, ബൈത്തുൻ. സിദ്ലുൻ, ബുൽഹുൻ, ദൽക്കുൻ, ദസമുൻ, ബൈത്തുൻ. ഓക്കെ. ഇനി വിട്ട അക്ഷരം കുട്ടയിൽ നിന്ന് തൊട്ട് കാണിച്ച് ചേർത്ത് വായിക്കാം. അതായത് ഈ 3 സ്ഥലത്തും ഓരോ അക്ഷരങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ആവശ്യമുള്ളത് ഈ കൊട്ടയിൽ ഇങ്ങനെ തൊട്ട് കാണിക്കുക, എന്നിട്ട് വായിക്കുക. അപ്പോൾ ഇവിടെ ഇസ്മുൻ ആണ്. അപ്പോൾ കുട്ടി തൊടേണ്ടത് ഈ എന്നുള്ള ഇങ്ങനെ തൊടുക, എന്നിട്ട് ഇസ്മുൻ വായിക്കുക. ഇത് അഖിലുൻ എന്നാണ് പറയണ്ടേ. അപ്പോൾ കുട്ടി ആ എന്നുള്ള ഇങ്ങനെ തൊടുക, എന്നിട്ട് അഖിലുൻ എന്ന് വായിക്കുക. ഉമ്മുൻ, അവിടെ ഊ എന്നാണ് വേണ്ടത്. അപ്പോൾ ഊ എന്നുള്ള ഇങ്ങനെ തൊടുക, എന്നിട്ട് ഉമ്മുൻ വായിക്കുക. അപ്പോൾ അത് ഓരോന്നും ഇവിടെ വിട്ട് അക്ഷരത്തുമ്പോൾ തൊട്ടിട്ട് വായിക്കാനാണ്. ഇസ്മുൻ, അഖിലുൻ, ഉമ്മുൻ. അടുത്തത് ചിത്രം. ഓരോ ചിത്രത്തിൻ്റെ ക്രമ നമ്പർ അനുസരിച്ച് പേരുകൾ അറബിയിൽ പറയാം. അപ്പോൾ ഒന്നാമത്തെ ചിത്രം ഇങ്ങനെ നോക്കുക, എന്നിട്ട് അതിൻ്റെ പേരാണ് പറയാം. ചിത്രം നോക്കിയാൽ അതിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഹജ്മുൻ. പിന്നെ ഇതിമ്മ തൊടുക, എന്നിട്ട് ഇതിൻ്റെ പേര് മഹ്ദുൻ. പിന്നെ ദൽവുൻ, സബബുൻ. ഓരോ ചിത്രത്തിന്മേൽ തൊട്ടിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ പേര് പറയാം. ഇനി അക്ഷരങ്ങൾ നമുക്ക് വായിക്കാം. ഒരുപാട് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അലിഫ്, ഹ. ഇതിപ്പോൾ 2 പേപ്പറിൽ ഇതുപോലെ വന്നിട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഹ, കാഫ്, ഹ. ഇതിന് 10 ഉണ്ട്. അപ്പോൾ ഹ എന്നല്ല പറയാം, ഹ. സുൻ, ബ്. സുക്കൂനിട്ട ബ്. മി, ലുൻ. ഇനി താഴെ പദങ്ങൾ വായിക്കാനാണ്. ദൽക്കുൻ, സിദ്ലുൻ, അഖിലുൻ, ദൽക്കുൻ, സിദ്ലുൻ, അഖിലുൻ. വീണ്ടും വായിക്കാനാണ്. ഏറ്റവും കുട്ടികൾ പ്രയാസപ്പെടുന്ന വായനയിലായിരിക്കും. എഴുത്ത് വലിയ പ്രയാസം ഉണ്ടാവില്ല, നോക്കി ഇങ്ങനെ എഴുതാൻ. വായന നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെ ഉള്ളത് പദങ്ങൾ വായിച്ച് യോജിച്ച ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം. കണ്ടോ, 4 ചിത്രം കൊടുത്തിട്ടുണ്ട്, 4 വാക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വാക്കുകൾ വായിക്കുക, എന്നിട്ട് അതിൻ്റെ ചിത്രം തൊട്ട് കാണിക്കുക. അപ്പോൾ ഇബറുൻ, ഇബറുൻ എന്ന് പറയുമ്പോൾ സൂചി. അപ്പോൾ ആ ചിത്രത്തിന്മേൽ പോയി തൊടുക. ഇബറുൻ, എന്നിട്ട് സൂചിമ തൊടുക. ബൈത്തുൻ, ബൈത്തിൻ്റെ ചിത്രം ഇതാ വീട്. ദൽവുൻ, അപ്പോൾ ബക്കറ്റുമ്മ പോയി തൊടുക. ലബിനുൻ, ഇഷ്ടികമ്മ പോയി തൊടുക. പേര് വായിക്കുക, ചിത്രത്തിന്മ തൊടുക. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി
വിട്ട അക്ഷരം ബോർഡിൽ നിന്ന് തൊട്ട് കാണിച്ച് ചേർത്ത് വായിക്കണം. ഓരോന്നും ഇവിടെയൊക്കെ വിട്ടത് ബോർഡുമുണ്ട്. അപ്പോൾ വിട്ട അക്ഷരം നേരത്തെ നമ്മളൊരു പേപ്പറിൽ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് തൊടുക, ഇവിടെ ഇങ്ങനെ ചേർത്ത് വായിക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്മുൻ ആണ്, ഇവിടെ ഇസ്മുൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിൽ ഈമ തൊടുക, എന്നിട്ട് ഇസ്മുൻ. ഓക്കെ, ഇവിടെ അബദുൻ, അപ്പോൾ ആകണ്ടോ അബദുൻ. ഇവിടെ ദൽക്കുൻ, അപ്പോൾ ദാമ തൊടുക ദൽക്കുൻ. ഇവിടെ ഉമ്മുൻ, അപ്പോൾ ഉ എന്നീമ തൊടുക, എന്നിട്ട് ഉമ്മുൻ. ഇങ്ങനെ ഓരോന്നും വിട്ടത് തൊട്ട് ഇങ്ങനെ ചേർത്ത് വായിക്കാനാണ്. ഇനി ബോർഡിൽ നോക്കി വായിക്കാം. ബുൽഹുൻ, ഇതിപ്പോൾ രണ്ടാമത്തെ ട്ടായിട്ടാവും. ബുൽഹുൻ, കബദുൻ, നേരത്തെ കെബിദും പറഞ്ഞത് കബദുൻ, ഹദ്മുൻ, ബദലുൻ. ഇനി ഇവിടെ 2 അക്ഷരങ്ങളുണ്ട് വായിക്കാൻ. ഹാ കാഫ്, ഹാ കാഫ്.